എനിക്ക് കഴിക്കാൻ എത്ര ഇഡലി ഉണ്ടാവും? എനിക്ക് കഴിക്കാൻ എത്ര ഇഡലി ഉണ്ടാവും? മറ്റുള്ളവർ എത്ര എണ്ണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ തികയോ? ഇതൊന്നും തിരക്കണ്ട. നീയല്ലേ സ്ലിം ബ്യൂട്ടി ആവണമെന്ന് പറയുന്നത്. എന്താവണേ? അതെ, ഇവിടെ നടക്കുന്ന പോലെ നിങ്ങൾ അറിയണ്ടോ? ഇഡലിന്റെ എണ്ണം ചോദിച്ചതല്ലേ? അതെ, വരാന്തെ പോയി നോക്ക, കിരൺ ആകെ കയ്യിന്ന് പോയിട്ടിരിക്കുകയാണ്. നീ എന്തുവാ പറയുന്നത്? എന്ത്? എന്റെ ആന്റി ജീവൻ പറഞ്ഞു കിരൺ മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്ന്. ഞാൻ നോക്കുമ്പോഴേ അവൻ ബോധം പോയിരിക്കുക. കിളിയില്ല, കിളി മൊത്തം പറന്നു പോയി. ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക. ഇനി ആരോടും മിണ്ടൊന്നും ചെയ്യില്ല എന്നാ പറയണേ. അവൻ പറഞ്ഞ ആ, അതായത് കിരണിന്റെ ക്യാരക്ടർ എന്താണോ അതിന് നേരെ ഉൾട്ടയാണ് അവൻ പെരുമാറിക്കൊണ്ടിരിക്കണേ. എനിക്കറിയാവുന്ന കിരൺ ഒരിക്കലും ജന്മത്തില് ഈ അവസ്ഥയിലാവില്ല. ഇത് അവന്റെ കിളി പോയത് തന്നെയാണ്. അതങ്ങനെ പറയരുത്. നീ ബുദ്ധനെ പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇതേമാതിരിയാണ് പണ്ട് രാജാവും പരിവാരങ്ങളൊക്കെ വിട്ട് അയാൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയല്ലേ അയാൾ വലിയ ആളായത്. അയാൾ കണ്ണുകൂട്ടി മരത്തിന്റെ ചോട്ടിലിരുന്ന ചുറ്റുവട്ടം നടക്കുന്നതൊക്കെ അങ്ങനെ അറിയാൻ കഴിയും. സെൻസ്. അങ്ങനാണെങ്കിലേ ഈ കിരണും ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അവനും വല്ല ജ്ഞാനമൊക്കെ കിട്ടിയാലേ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നത് അവൻ അവിടെ കേൾക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെ പറ്റുമോ? പറ്റും. അല്ല, ഒരു മിനിമം ബോധമുള്ള ആൾക്ക് മിനിമം സെൻസ് വേണ്ടേ? 6th സെൻസ് ഒക്കെ വരാനായിട്ട്. കിരണിനെ പോലെ ഒരാൾക്ക് അങ്ങനെയൊക്കെ പറ്റുമോ? ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോ ചിലപ്പോ 6th സെൻസ് ഒക്കെ കിട്ടിയാലെങ്ങനെ? മനുഷ്യന്മാർ പെട്ടെന്ന് മാറുന്നത്. അപ്പൊ അവന്റെ കിളി പോയോ? അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മെഡിറ്റേഷൻ ചെയ്ത് ചെയ്ത് മൂത്ത് ഈ ഭ്രാന്താവുന്ന മാതിരിയാണ് ഈ ഒരു ഏകാഗ്രത. ഏകാഗ്രതയല്ല, ഏകാഗ്രത. അത് തന്നെ. നമുക്ക് അവന്റെ വീട്ടിൽ ഇൻഫോം ചെയ്താലോ? ഓ വേണ്ട വേണ്ട, എന്തെങ്കിലും ഒന്നും അറിയാതെ. എന്റെ കൊച്ചേ, ഇതിപ്പോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാതെ നമ്മൾ അവന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് അവരെ വെറുതെ എന്തിനാ ടെൻഷൻ അടിപ്പിക്കുന്നത്? ഇപ്പൊ അവനിപ്പോ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ, അതിന് അവൻ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി കാണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവൻ നേരെ താഴത്തോട്ട് പോയാലല്ലേ നമുക്ക് വീട്ടിൽ അറിയിക്കേണ്ട കാര്യമുള്ളൂ. അതാണ്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാതെ പക്ഷെ എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇവക്കാണ് ഭ്രാന്ത്. പൊട്ടിപ്പെണ്ണാണ്. അയ്യോ, അതിന് ഇവിടെ ആർക്കാ ഭ്രാന്ത് ഇല്ലാത്തത്? ഞാൻ ഒഴിച്ച് ബാക്കി എക്കത്തിനും ഭ്രാന്താ. അത് ശരിയാ. എൻ്റെ അപ്പൻ ഒരു ഭ്രാന്തുള്ള ഒരുത്തിനെ കൊണ്ട് തലയിൽ വെച്ച അന്ന് തുടങ്ങിയതാ ഈ വീടിന്റെ നാശവും ഭ്രാന്തും. ഓടുന്നു. നീ 40 മിനിറ്റ് മുന്നേ പറഞ്ഞ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ 20 മിനിറ്റ് ആയി. അല്ല, ഇപ്പൊ ഇനി കാര്യം പറ. സംഭവം എന്നാ? അതൊരു പരിപാടിക്കായിരുന്നു. എന്ത് പരിപാടി? അത് ഈ പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടി 7 things to do. അതിലെ ആദ്യത്തെ തിങ്ങാണ് ഇഗ്നോറൻസ്. അതൊരു വണ്ടിയുടെ പേരില്ലേ? എടാ അതല്ല, ഇഗ്നോറൻസ്. അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. ആഹാ. അപ്പൊ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നു ഈ മെഡിറ്റേഷൻ. അതിരിക്കട്ടെ, നീ ഈ പെണ്ണുങ്ങളെ വശീകരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം ഓക്കെ. നീ എന്നെ എന്നതിനാ അവോയ്ഡ് ചെയ്തത്? രാവിലെ പുച്ഛിച്ച് തള്ളി ഓടിച്ചിട്ട് എന്നതിനാ? എനിക്ക് അതാണ്. നീ എൻ്റെ അടുത്ത് എന്തിനാണ് ജാട കാണിക്കുന്നത്? അതൊക്കെ എൻ്റെ ഒരു നമ്പർ അല്ലേ. നിന്നെ ഞാൻ വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ അവള് വന്ന് നിന്റെ അടുത്ത് പറയുമ്പോഴും നീ അത് സമ്മതിക്കണമല്ലോ. നിനക്ക് അഭിനയിക്കാൻ അറിയില്ലേലും എനിക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അപ്പം മുൻകൂർ പ്ലാനിങ് ഒന്നുമില്ല, നമ്മളെ അങ്ങോട്ട് അങ്ങ് പൊട്ടനാക്കി കണ്ടുള്ള ഒരു പരിപാടി. അല്ല, അങ്ങനെ പറയരുത്. അത് കഴിഞ്ഞിട്ട് നിത്യ വന്നു. എന്നിട്ട് ഞാൻ അവളെ സഹോദരി എന്ന് വിളിച്ചപ്പോ തന്നെ അവള് ഫ്ലാറ്റ്. അപ്പൊ സഹോദരി എന്നുള്ള ഒരു ലെവലില് അവള് ഓക്കെ അല്ല. അവൾക്ക് ചെറിയൊരു ഇത് വന്നു. പിന്നെ ഞാനിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ശ്വാസം അടക്കി പിടിച്ചിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അവള് ഞങ്ങളുടെ പഴയ പാട്ടൊക്കെ പാടിയിടാ. എന്റെ ഉള്ളിൽ ആ സമയത്തുണ്ടായ ഒരു ഫീൽ ഉണ്ടല്ലോ, ഞാനങ്ങ് ഇല്ലാണ്ടായി. അയ്യോ, ഇതൊരു നാടൻ അല്ല. അപ്പൊ നീ ഇനിയിപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ സന്യാസിമാരെ പോലെ ഇങ്ങനെ ഇരിക്കുക? അങ്ങനൊന്നുമില്ല. പിന്നെ ഇതിപ്പോ പരിപാടി തീരും. അവള് ഉള്ളിൽ കരഞ്ഞിട്ട് ഒരു ഇമോഷനായിട്ട് പോയതുപോലെ എനിക്ക് തോന്നി. അവൾക്ക് എന്നോടുള്ള ഫീലിങ്സ് ഇപ്പോഴും പഴയതുപോലെ ഉണ്ടാ. അപ്പൊ പിന്നെ നീ മറ്റേ പഴയ പോലെ ആവുമ്പോഴത്തേക്ക് നിന്റെ യഥാർത്ഥ കോഴിത്തരൊക്കെ പുറത്തു കൊണ്ടുവരുമ്പോ അവള് പിന്നെയും ഞാൻ പഴയതുപോലെ ഇപ്പൊ തന്നെ ആയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഞാൻ ഇതേപോലെ മുന്നോട്ട് പോകണോ അതോ ഇപ്പൊ തന്നെ അവളോട് പറഞ്ഞിട്ട് എന്താ ഒരു അഭിപ്രായം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ നിന്നോട് എന്തെങ്കിലും വന്ന് പറഞ്ഞു കാണും.
എനിക്കെന്താ തോന്നിയെന്നറിയോ, അവൾക്ക് അവസാനം വന്നപ്പോ അവളെ കണ്ണീന്നൊക്കെ കണ്ണുനീര് വന്ന പോലൊക്കെ തോന്നിയടാ. ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയല്ല. സംഭവം നിന്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ വെച്ച് ചിലപ്പോ നിനക്കൊരു പക്കത വന്നിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടാവും. അത് മതി. മാത്രമല്ല ചിലപ്പെങ്കിൽ ഒരിഷ്ടം തോന്നിയിട്ടുണ്ടോ നീ പറഞ്ഞു വെച്ച്. അതാണ് എനിക്ക് വേണ്ടത്. പക്ഷെ നിന്റെ ക്യാരക്ടർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് അത് മാറൂലേ. അത് നീ ഇപ്പൊ നോക്കണ്ട, നിന്റെ അഭിപ്രായം ചോദിച്ചേ ഉള്ളൂ. നിനക്ക് പറ്റൂ ഇത് ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടായോ? എസ് ഓർ നോ? നീ ഒരു മെഡിറ്റേഷനൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയും കുറച്ച് ഡീസൻ്റ് ആയിട്ട് പെരുമാറുകയാണെങ്കിൽ നീ ഉള്ള കാര്യം അവളോട് പറയടേ. എന്ത് പോയി പറയാൻ പോവാ. ഓക്കെ. ശരി എന്നാ. നീയോ? നിത്യയുടെ ഞാൻ നിന്നെ കാണാതിരിക്കായിരുന്നു. നിത്യോ? നിത്യ അവിടെ അനുരാഗ വിലോചനയായിട്ടിരിക്കുന്നുണ്ട്. അത് കേട്ടാ മതി. ആണോ? എവിടെ ഇരിക്കുന്നു? അതാ താഴെ അവിടെ ഇരിക്കുന്നുണ്ട്. താഴെയാ? ഞാൻ അവളോട് തുറന്ന് പറയാൻ പോവാ. ആണോ? നീ തുറന്ന് പറയണ ആളിയാ. ഇതാണ് എൻ്റെ ഒരു ബെസ്റ്റ് ടൈം. എനിക്ക് എന്തോ ഒരു ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? ഫൈനലി ഷീസ് മൈ. ഫൈനലി ഷൈൻ. അവൾ എന്തേ ആവാൻ പോകുന്നെന്ന് മനസ്സിലായോ? നിന്റെ ആവും അല്ലേ? തീർച്ചയായിട്ടും നിന്റെ ആവും. നിനക്ക് ഈ സമയത്ത് എന്നോട് എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടെങ്കിൽ പറയാം. ഞാനത് ഇപ്പൊ ഏറ്റെടുക്കും. മനസ്സിലായല്ലോ? ഞാൻ നിന്നെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ല. കിടക്ക് എൻ്റെ പൊന്നാളിയെ. ഞാൻ നീ ഒരു പെൺകൊന്തനാണെന്നല്ലേ നേരത്തെ വിചാരിച്ചിരുന്നത്. അല്ല, നീ ശരിക്കും പറഞ്ഞ ഒരു പെൺകാന്തനാണ്. പെണ്ണുങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തം. ഗ്ലാമറല്ലേടാ. അപ്പം പോവല്ലേ? ഫൈനലി ഷീസ് മൈൻഡ. മൈന അവൾ എൻ്റെ ആവാൻ പോകുന്നല്ലയാ. പോയിട്ട് വരട്ടെ? പോയിട്ട് വേട്ടാ കലക്കണം. നിത്യേ, നിത്യേ, കിരൺ. എന്താണ് സഹോദര? നിത്യ ഒരു കാര്യം പറയാനായിരുന്നു. സഹോദരൻ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും. ഒരു അർജ എന്താണ് പിന്നെ മൂത്തൊരു മ്ലേനത്തെ? പോയ പോക്ക് ഇങ്ങനെയൊന്നും അല്ലായിരുന്നില്ല. ഭയങ്കര ഇളകി മറിഞ്ഞായിരുന്നല്ലോ പോയത്. എന്ത് പറ്റി കുട്ടൻ? നിനക്കെല്ലാം അറിയാറുന്നല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ നിന്നോട് നേരിട്ട് പറയുമ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവും. മാത്രമല്ല, നീ നേരിട്ട് കാണുമ്പോൾ ആ ഒരു മ്ലാനത എനിക്കും കൂടി ഒന്ന് ആസ്വദിക്കാമല്ലോ. കാരണം ഞാനൊരു സിംഗിളായിട്ട് ജീവിക്കുന്ന ആളാണല്ലോ. അപ്പം നീ മാത്രം ഇങ്ങനെ മിങ്കിളാവണ്ട. താങ്ക്സ്ലാ. എന്തായാലും നിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ പാടാൻ പറ്റിയൊരു പാട്ടുണ്ട്. ലാലേട്ടൻ്റെ തന്നെയാണ്. സൂര്യകിരീടം വീണുടഞ്ഞു